തൃശൂർ പൂരം നടത്തിപ്പിലെ പാളിച്ചയുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, ACP സുദർശൻ എന്നിവരെ സ്ഥലം മാറ്റും. തൃശൂർ പൂരം സംബന്ധിച്ച പരാതികൾ ഗൌരവതരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. പ്രചരണ പരിപാടികൾ ശക്തമാക്കി മുന്നണികൾ. പരസ്യപ്രചരണം ബുധനാഴ്ച അവസാനിക്കും. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ വ്യവസായി മരിച്ചു. വടക്കാഞ്ചേരി പാറളിക്കാട് സ്കൂട്ടർ മരത്തിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ കുളിക്കാനിറങ്ങിയ ഗൃഹനാഥൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. ക്ഷേത്രസന്നിധിയിൽ ഞായറാഴ്ച നടന്നത് 226 വിവാഹങ്ങൾ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പൂരം നടത്തിപ്പിലെ പാളിച്ചയുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, ACP സുദർശൻ എന്നിവരെ സ്ഥലം മാറ്റും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുവാദത്തോടുകൂടി അടിയന്തരമായി സ്ഥലം മാറ്റുവാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. പൂരവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികളിൽ ഉയർന്നുവന്ന പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരാഴ്ചയ്ക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവസ്വങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും പരാതി ലഭിച്ചിട്ടുണ്ടെന്നും പരാതി അതീവ ഗൌരവതരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പൂരം ദിവസമുണ്ടായത് എന്തെന്ന് കൃത്യമായി പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ പൂരം സംബന്ധിച്ച് നേരത്തെ 1-2 ഘട്ടങ്ങളിൽ ഇടപെടാൻ എനിക്ക് അവസരം കിട്ടി. അത് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല, അത് ഗവൺമെന്റ് നിലക്ക് പ്രവർത്തിക്കുന്ന ഘട്ടമാണ്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾക്ക് പല പരിമിതിയുണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ. അന്ന് ഇടപെട്ട് അതിന് നല്ല ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഗൗരവമായ പരാതി അതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ദേവസ്വം ഉന്നയിച്ച പരാതിയുണ്ട്. മാധ്യമപ്രവർത്തകരുടെ നേരെ ശരിയല്ലാത്ത നില സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയുണ്ട്. അപ്പൊ അത്തരം പരാതികളെ പറ്റി ഗവൺമെന്റിന് ഇപ്പൊ പരിമിതിയുള്ള സമയമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തൃശൂർ പൂരത്തിന് ആനകൾക്ക് കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും സിറ്റി പോലീസ് കമ്മീഷണർ തടയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പട്ടയുമായി എത്തിയവരോട് എടുത്തുകൊണ്ട് പോടാ എന്ന് പറഞ്ഞ് കമ്മീഷണർ കയർക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പുറത്തുവന്നത്. ഇതിനു പിന്നാലെ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുടകൾ തെക്കേ ഗോപുരനടയിൽ വെച്ച് തടയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണം അനാവശ്യമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം LDF UDF സ്ഥാനാർത്ഥികളായ K മുരളീധരനും VS സുനിൽകുമാറും. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച സ്ഥാനാർത്ഥികളുമായുള്ള സംവാദം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും. വികസന കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയായിരുന്നു സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചത്. തൃശൂർ പൂരം സംബന്ധിച്ച വിഷയത്തിൽ ആന എഴുന്നള്ളിപ്പുകൾക്കുള്ള നിയന്ത്രണം അനാവശ്യമാണെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ഇക്കാര്യത്തിൽ ആന എഴുന്നള്ളത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആനപ്രേമികളെയും ഇവർ വിമർശിച്ചു. വിഷയത്തിൽ നീതി ഉറപ്പാക്കുമെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞു. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ആക്ട് അത് പ്രധാന ഘടകം തന്നെയാണ്. അപ്പൊ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി ഈ ആനകളുടെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള നീതി ഉറപ്പാക്കാൻ ശ്രമിക്കാം. പക്ഷെ അപ്പോഴൊരു കാര്യമുണ്ട്, പൂരപ്രേമികളെക്കാൾ കൂടുതൽ ആനപ്രേമികൾ ചില ആൾക്കാർ, അവർക്ക് പിന്നെ ആനയുടെ ഇഷ്ടം നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവരിഷ്ടം നോക്കി കോടതിയിൽ എങ്കിലും സെൻട്രൽ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഈ കാര്യത്തിൽ ഏതായാലും നമുക്ക് ഇനി പൂരം ഒരു വിവാദം ഉണ്ടാകരുത്, ആ രീതിയിൽ നടത്താൻ പൂർണ്ണമായിട്ട് എന്റെ ഭാഗത്തുനിന്ന് സഹായ സഹകരണം ഉണ്ടാകും. അതേസമയം പൂരം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വേദിയാക്കുന്നതിനോട് താൽപര്യമില്ലെന്ന് പറഞ്ഞ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഒരു പടി കൂടി കടന്ന കേന്ദ്ര നിയമത്തെയും ഇതിന്റെ ചുവട് പിടിച്ച് വനംവകുപ്പ് ഇറക്കിയ സർക്കുലറിനെയും രൂക്ഷമായി വിമർശിച്ചു. തപാലിൽ നീന്തൽ പഠിച്ച പോലെയാണ് സർക്കുലർ.
പൂരം ചടങ്ങുകളുടെ പ്രാധാന്യമറിയാത്ത പോലീസുകാരാണ് നടത്തിപ്പിന് ഭംഗം വരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിന്റെ പല നിയമങ്ങളും ആണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് സർക്കാരായിട്ട് പറഞ്ഞിരിക്കുന്നത്. തപാലിൽ നീന്തൽ പഠിച്ച ആൾക്കാരുണ്ട് നമ്മുടെ ഈ ഉദ്യോഗസ്ഥരായിട്ട് ഇത് പഠിക്കാത്ത ആൾക്കാരാണ്. ആന പരിപാലനവുമായി ബന്ധപ്പെട്ടുകൂടെ പറഞ്ഞത് ആനപ്രേമികൾ എന്ന് പറയാൻ പറ്റില്ല. പരിപാലന NGO കൂടി ഇടപെട്ട് കറക്റ്റായ കാര്യമാണ്. ഒരു ലോബിയോടെ പ്രവർത്തിക്കുന്നുണ്ട്, NGO ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തിൽ ആന കേരളത്തിൽ ആന ഉണ്ടാവുന്ന സംശയം. അവിടെ ഇതില് ഇവിടുത്തെ തൃശ്ശൂരിന്റെ MP ആയിരിക്കും എനിക്ക് അവസരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോയി ആനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ ഒരു നിയമനിർമ്മാണത്തിൻ്റെതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന്റെ ചില പോലീസ് ഓഫീസർമാരുടെ മാത്രം ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരം എന്താണെന്നതിനെ പറ്റി കൃത്യം അറിയാത്ത ആൾക്കാരാണ്. നിന്നാൽ തെക്കോട്ടിറങ്ങുന്ന അറിയുന്ന പഞ്ചം അവിടെ മണത്തിൽ വരവിൽ വളർത്തി എന്താണെന്നും അവിടെ ആരൊക്കെയാണ് അതിന്റെ കാര്യം ചെയ്യുന്നത് എങ്ങനെ നടക്കുന്നത് അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ വന്നറിയുന്ന പ്രശ്നങ്ങളുണ്ടാവും. ഗുരുവായൂർ തിരുനാവായ റെയിൽപാത അടക്കമുള്ള വികസന പദ്ധതികൾ പലതും അനുവദിച്ചിട്ടും നടപ്പിലാക്കാത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം മൂലമാണെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി. തിരുനാവായയിലേക്ക് ഗുരുവായൂർ റെയിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മലബാറിലെ ഏത് പ്രദേശങ്ങളിലേക്കും ആ ലൈൻ വഴി പോകാൻ കഴിയും. പക്ഷേ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കം അത് കാരണം എല്ലാ MP-മാരും ഒരുമിച്ച് ആവശ്യപ്പെട്ട ആ ലൈൻ ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിയും. അപ്പൊ അത് MP-മാരുടെ കുറ്റമല്ല, ഞങ്ങൾക്ക് പറയാനും സാങ്ഷൻ ആക്കാനും കഴിയും. പക്ഷെ 2 ഗവൺമെന്റുകളും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയൂ. എന്നാൽ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടുന്നത്, തൃശൂർ മത്സ്യമാംസ പച്ചക്കറി മാർക്കറ്റ് വികസനം, GST, നഗരത്തിലെ വെള്ളക്കെട്ടടക്കമുള്ള വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും പങ്കുവച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സംവാദത്തിൽ പങ്കെടുത്തില്ല. TCV തൃശൂർ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ പോലീസ് നടത്തിയ നീക്കത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പോലീസ് സംവിധാനത്തിലെ അവസാന വാക്ക് പോലീസ് കമ്മീഷണറല്ല, അതിന് മുകളിൽ ഉദ്യോഗസ്ഥരുണ്ട്. സംസ്ഥാന മന്ത്രിയടക്കം സർക്കാർ സംവിധാനം മുഴുവനായും സ്ഥലത്തുണ്ടായിട്ടും പോലീസിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പൂരം അവലോകന യോഗത്തിലെ തീരുമാനത്തിന് വിരുദ്ധമായി പോലീസ് രാത്രി 10:30 തന്നെ സുരാജ് റൗണ്ടിൽ ബാരിക്കേഡ് ഉയർത്തി നിയന്ത്രണം കൊണ്ടുവന്നതും പൂരം നടത്തിപ്പുകാരായ ദേവസ്വം ഭാരവാഹികളെ തടഞ്ഞതും മുമ്പെങ്ങും ഉണ്ടാവാത്തതാണെന്നും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര ഉദ്ഘാടനം ചെയ്തു. KFCCG ജില്ലാ പ്രസിഡന്റ് AA കുമാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ N രാധാകൃഷ്ണൻ, ഹരിദാസ് പാടാശ്ശേരി, മഹേഷ് ചെമ്പൂക്കാവ്, സജീവൻ തിരുവാണിക്കാവ്, KM ഹരിനാരായണൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ പൂരം പോലീസ് അലങ്കോലമാക്കിയെന്ന് വ്യാപക പരാതിയും ആക്ഷേപവും ഉയരുന്നതിനിടെ പോലീസും പൂരപ്രേമികളും തമ്മിലുള്ള കരുതലിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. 2016 പൂരത്തിനിടെ തെക്കേ ഗോപുരനടയിൽ കുടമാറ്റം കാണാൻ കനത്ത വെയിലിൽ കാത്തുനിന്നിരുന്ന യുവാക്കൾക്ക് തൃശൂർ റേഞ്ച് IG ആയിരുന്ന MR അജിത് കുമാർ കുപ്പിവെള്ളം ഒഴിച്ചു നൽകുന്ന ഫോട്ടോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം. പ്രചാരണ പരിപാടികൾ ശക്തമാക്കി വോട്ടുറപ്പിക്കുവാനുള്ള അവസാനവട്ട പ്രവർത്തനങ്ങളിലാണ് മുന്നണികൾ. സ്ഥാനാർത്ഥികളുടെ മണ്ഡലതല പര്യടനങ്ങൾ 3ഉം 4ഉം ഘട്ടങ്ങൾ പിന്നിട്ടു. സർവേ ഫലങ്ങളെ തള്ളിയും ചില സർവേ ഫലങ്ങളിൽ ആശ്വസിച്ചും ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികൾ. കന്നി വോട്ടർമാരുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനും നിഷ്പക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിലാണ് മുന്നണി പ്രവർത്തകർ സജീവമായിട്ടുള്ളത്. ബുധനാഴ്ചയാണ് പരസ്യ പ്രചാരണം അവസാനിക്കുക. വെള്ളിയാഴ്ചയാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. തീർത്ഥാടകർക്ക് ആത്മീയ ചൈതന്യം പകർന്ന പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തൂവെള്ള വസ്ത്രം ധരിച്ച് ലില്ലി പൂക്കളേന്തിയ ബാലികാ ബാലന്മാരും സ്വർണ്ണപ്രഭ ചൊരിയുന്ന പൊൻകുരിശുകളും വർണ്ണ മുത്തുകുടകളും കൈയിലേന്തിയ വിശ്വാസികളും വാദ്യമേളങ്ങളും തിരുനാൾ പ്രദക്ഷിണത്തിന് അകമ്പടിയായി. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിരുന്നു. തിരുനാൾ ഗാനപൂജയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിബിൻ താഴേക്കാടൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ലിവിൻ ചൂണ്ടൽ സഹകാർമ്മികനായിരുന്നു. 2 ദിവസങ്ങളിലായി നടന്ന ഊട്ടുനേർച്ചയിൽ 1.5 ലക്ഷത്തോളം പേർ പങ്കെടുത്തു. തീർത്ഥകേന്ദ്രം ട്രസ്റ്റിമാരായ VJ ജോസി, ജോയ് ആന്റണി, ബാബു ജോർജ്, ആന്റോ വർഗീസ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഷാജൻ ജോസ്, വെടിക്കെട്ട് കമ്മിറ്റി കൺവീനർ NJ ലിയോ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 28-ാം തീയതിയാണ് 8ാം തിരുനാൾ.
പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന നടക്കൽ മേളം ആസ്വാദകരുടെ മനം കവർന്നു. തിരുനാൾ സൗഹൃദവേദിയുടെ നേതൃത്വത്തിലാണ് ദേവാലയ തിരുമുറ്റത്ത് നടക്കൽ മേളം നടന്നത്. നടക്കൽ മേളത്തിന് കലാമണ്ഡലം ശിവദാസ് പ്രാമാണികത്വം വഹിച്ചു. 101 വാദ്യകലാകാരന്മാർ ചേർന്നാണ് മേളം കൊട്ടിക്കയറിയത്. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നടക്കൽ മേളം ഉദ്ഘാടനം ചെയ്തു. സൗഹൃദവേദി ഭാരവാഹികളായ എൻ.ജെ. ലിയോ, സുബിരാജ് തോമസ്, ജിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ വ്യവസായി മരിച്ചു. ശൃംഗപുരത്ത് ഉഴുന്നുകയറ്റുമതി കമ്പനി നടത്തുന്ന രമേശ് നാടാരാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി പടാക്കുളം ശാന്തി ആശുപത്രിക്ക് സമീപത്തായിരുന്നു അപകടം. റോഡിൽ പരിക്കേറ്റ് കിടന്നിരുന്ന രമേശിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ തടയണയിൽ കുളിക്കാനിറങ്ങിയ ഗൃഹനാഥൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ചേനത്തുനാട് തൂക്കുപറമ്പിൽ 54 വയസ്സുള്ള സാബുവാണ് മരിച്ചത്. കുളിക്കടവിൽ വസ്ത്രങ്ങളും സോപ്പും ഇരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെ ഫയർഫോഴ്സ് തടയണയുടെ ഷട്ടറിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്ന സാബുവിന്റെ മൃതദേഹം പുറത്തെടുത്തു. വടക്കാഞ്ചേരിയിൽ പിക്കപ്പ് വാൻ ഇടിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മുണ്ടത്തിക്കോട് കാളിയം വീട്ടിൽ 34 വയസ്സുള്ള സുമേഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം നടന്നുവരുമ്പോൾ പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. വിവാഹത്തിനും ദർശനത്തിനും വലിയ തിരക്കാണ് ഞായറാഴ്ച അനുഭവപ്പെട്ടത്. അവധിക്കാലമായതും മേടത്തിലെ മുഹൂർത്തമുള്ള ദിവസമായതും ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ തിരക്കേറാൻ ഇടയായി. 248 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ഞായറാഴ്ചത്തേക്ക് ഷീട്ടാക്കിയിരുന്നത്. ഇതിൽ 244 വിവാഹങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. പുലർച്ചെ 5 മുതൽ 5 മണ്ഡപങ്ങളിലായാണ് താലികെട്ട് നടന്നത്. തിരക്ക് കണക്കിലെടുത്ത് ദേവസ്വം മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നതിനാൽ ഭക്തർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. കിഴക്കേ നടയിൽ വൺ വേ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെക്കേ നടയിൽ നിന്ന് വരുന്നവരെ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിന് പുറകുവശത്തുകൂടിയാണ് മണ്ഡപത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചത്. താലികെട്ട് കഴിഞ്ഞവരെ ദീപസ്തംഭത്തിന് മുന്നിലൂടെ തെക്കേ നടപ്പുരയിലേക്ക് കയറ്റിവിട്ടു. ക്ഷേത്രനടയിൽ ഫോട്ടോ എടുക്കുന്നവരെയും സെക്യൂരിറ്റിക്കാർ നിയന്ത്രിച്ചു. ഇതോടെ ക്ഷേത്രനടയിൽ കനത്ത തിരക്ക് അനുഭവപ്പെട്ടില്ല. ക്ഷേത്രനടയിൽ 22 അധിക സെക്യൂരിറ്റി ജീവനക്കാരെ ദേവസ്വം നിയോഗിച്ചു. ക്ഷേത്രത്തിനകത്ത് ദർശനത്തിന് തിരക്കേറിയതോടെ പന്തിരടി പൂജയ്ക്ക് ശേഷം ഭക്തരെ കൊടിമരം വഴി കയറ്റിവിട്ടു. തിരക്ക് കണക്കിലെടുത്ത് ശയന പ്രദക്ഷിണവും ചുറ്റമ്പല പ്രദക്ഷിണവും അനുവദിച്ചില്ല. ഇതുമൂലം ക്ഷേത്രത്തിനകത്തെ തിരക്ക് നിയന്ത്രിക്കാനായി. 613 കുട്ടികൾക്ക് ചോറൂൺ നൽകി. അതേസമയം ഗുരുവായൂർ നഗരത്തിൽ വൻ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ എക്സൈസ് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്നും 3 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ സ്വദേശി വിപുൽ ദാസിനെ കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി വി ബെന്നി, പി ആർ സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ കെ എസ് മന്മഥൻ, അനീഷ് ഇ പോൾ, സിവിൽ എക്സൈസ് ഓഫീസർ റിഹാസ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. എരുമപ്പെട്ടിയിൽ അതിഥി തൊഴിലാളി കിണറ്റിൽ വീണ് മരിച്ചു. ബീഹാർ മഹാജോഗിൻ സ്വദേശി 28 വയസ്സുള്ള മധുരേഷ് കുമാറാണ് മരിച്ചത്. ഇയാളെ രക്ഷിക്കാൻ കിണറ്റിലിറങ്ങിയ സുഹൃത്ത് ബീഹാർ സ്വദേശി സോംകുമാറിനെ പരിക്കുകളോടെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിണറിന്റെ ചുറ്റുമതിലിരുന്ന് ഫോൺ ചെയ്യുകയായിരുന്ന മധുരേഷ് കുമാർ വായുസഞ്ചാരമില്ലാത്ത കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ സുഹൃത്ത് സോംകുമാർ കിണറ്റിലേക്ക് ഇറങ്ങി മധുരേഷ് കുമാറിനെ പുറത്തെടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് സോംകുമാറിനെ കിണറ്റിൽ നിന്നും രക്ഷിച്ചത്. നിർമ്മാണ തൊഴിലാളിയായ മധുരേഷ് കുമാർ 5 വർഷമായി എരുമപ്പെട്ടിയിൽ താമസക്കാരനാണ്. എരുമപ്പെട്ടി ഇൻസ്പെക്ടർ എ അജിത്, SI AV സജീവ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സഗുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കടവല്ലൂർ വട്ടമാവിൽ കിണറ്റിൽ കുടുങ്ങിയ യുവാവിനെ കുന്നംകുളം അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കടവല്ലൂർ സ്വദേശി ആലംകോട്ട് പറമ്പിൽ വീട്ടിൽ പ്രകാശനെയാണ് അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. കിണർ വൃത്തിയാക്കുന്നതിനായി കിണറ്റിൽ ഇറങ്ങിയ പ്രകാശന് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് കിണറ്റിൽ കുടുങ്ങുകയായിരുന്നു. തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന സംഘം സ്ഥലത്തെത്തിയാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. പ്രതീകാത്മക വധം നടത്തി ദാരിക കിരീടവുമായി കാളി മടങ്ങിയതോടെ കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം സമാപിച്ചു. പുലർച്ചെ ഭഗവതി പാലക്കൽ കാവിലേക്ക് എഴുന്നള്ളി. ആദ്യം കാളിയും പിന്നീട് ദാരികനും ഭഗവതിയെ പറവെച്ച് സ്വീകരിച്ചു.
ക്ഷേത്രത്തിലെത്തി തേരിലേറി മതിലകത്തേക്ക് നീങ്ങിയ കാളിയെയും ദാരികനെയും പൂരത്തിനെത്തിയ ഗജപട അനുഗമിച്ചു. 100ഓളം വാദ്യകലാകാരന്മാർ അണിനിരന്ന പാണ്ഡിമേളം കാണികൾക്ക് ആവേശമായി. തേരിലേറി യുദ്ധാരംഭത്തിനായി കാളി വാക്പോരിന് തുടക്കമിട്ടു. ദാരികനും അനുചരന്മാരും വാക്പോരിൽ പങ്കെടുത്തതോടെ ക്ഷേത്ര പരിസരം യുദ്ധഭൂമിയായി. കുപിതയായ കാളിയെ കണ്ട് അനുചരന്മാർ ഓടിയൊളിച്ചതോടെ പിന്നീട് കാളിയും ദാരികനും നേരിട്ട് വാക്പോര് തുടങ്ങി. ഒടുവിൽ പേടിച്ചോടിയൊളിച്ച ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക വധം നടത്തി കിരീടവുമായി കാളി ആൽത്തറയിലേക്ക് മടങ്ങിയതോടെയാണ് പൂരം സമാപിച്ചത്. തിടമ്പേറ്റിയ കൊമ്പൻ ഐനിക്കുളങ്ങര മഹാദേവനെ കിരീടവും വാളും കൊണ്ട് ഒഴിഞ്ഞ് കാളി ചടങ്ങുകൾ അവസാനിപ്പിച്ചു. TCV കുന്നംകുളം. വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്സഭാ സ്ഥാനാർത്ഥികളോട് 60 വയസ്സ് കഴിഞ്ഞ് ഞങ്ങൾക്കും പറയാനുണ്ട്, ഇത് കേൾക്കുന്നവർക്ക് ഞങ്ങളുടെ വോട്ട് എന്ന പേരിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ EMS സ്ക്വയറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ചന്ദ്രഹാസൻ അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടർ ബിജു M. ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. പ്രോഗ്രാം ജനറൽ കൺവീനർ ഷിംജോ ജെയിംസ്, ജില്ലാ ട്രഷറർ PK ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി K. മുരളീധരൻ എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വള്ളത്തോൾ നഗറിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കേശവൻ അധ്യക്ഷത വഹിച്ചു. KK മുരളീധരൻ, PA ബാബു, KV നഫീസ, ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യം ഗുരുതരമായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും വോട്ട് സൂക്ഷ്മതയോടെ വിനിയോഗിക്കണമെന്നും SYS സംസ്ഥാന സെക്രട്ടറി M. മുഹമ്മദ് സ്വാദിഖ് പറഞ്ഞു. SYS തൃശൂർ ജില്ലാ കമ്മിറ്റി ചാവക്കാട് സംഘടിപ്പിച്ച പ്ലാറ്റൂൺ അസംബ്ലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SYS ജില്ലാ പ്രസിഡന്റ് വരവൂർ അബ്ദുൽ അസീസ് നിസാമി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള മുഷാവർ അംഗങ്ങളായ IMK ഫൈസി, PSK മൊയ്തു ബാഖവി മാടവന, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലി, PK ബാബ ദാരിമി തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റത്തൂർ പഞ്ചായത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിലുള്ള ചൊക്കന, നായാട്ടുകുണ്ട് ഗ്രാമങ്ങളിലേക്കുള്ള വൈദ്യുതി വിതരണം ഇടയ്ക്കിടെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ ഇവിടേക്കുള്ള വൈദ്യുതി ലൈൻ അണ്ടർഗ്രൗണ്ട് കേബിൾ വഴിയാക്കണമെന്ന് ആവശ്യമുയരുന്നു. തോട്ടം തൊഴിലാളികളും മലയോര കർഷകരും താമസിക്കുന്ന ഈ പ്രദേശങ്ങൾ കാട്ടാനയടക്കമുള്ള വന്യജീവികളുടെ വിഹാര മേഖലയായതിനാൽ വൈദ്യുതി നിലയ്ക്കുന്നത് ജനങ്ങൾക്ക് ദുരിതമാവുകയാണ്. നായാട്ടുകുണ്ട്, ചൊക്കന, കാരിക്കടവ് പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി എത്തുന്നത് വെള്ളിക്കുളങ്ങരയിൽ നിന്നാണ്. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ചൊക്കനയിലേക്കുള്ള 5 കിലോമീറ്റർ ദൂരത്തിൽ 2.5 കിലോമീറ്ററിലേറെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് വനത്തിലൂടെയാണ്. റബ്ബർ തോട്ടത്തിലൂടെയും ഇവിടെ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നുണ്ട്. അതിനാൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് ഇവിടെ പതിവ് സംഭവമാണ്. രാത്രിയിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയോ കമ്പികൾ പൊട്ടുകയോ ചെയ്താൽ അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിക്കുന്ന ജോലി പലപ്പോഴും ദുഷ്കരമാണ്. ഇതുമൂലം മണിക്കൂറുകളോളം പ്രദേശവാസികൾ ഇരുട്ടിലാകേണ്ടി വരുന്നുണ്ട്. ഹാരിസൺ പ്ലാന്റേഷൻ അടക്കമുള്ള റബ്ബർ തോട്ടങ്ങളിൽ പുലർച്ചെ ടാപ്പിംഗ് ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്ക് വഴിവിളക്കുകൾ ഇല്ലാതെ വരുമ്പോൾ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. റോഡിൽ നിൽക്കുന്ന കാട്ടാനകളെ ദൂരെ നിന്ന് കാണാനാകാത്തതിനാൽ തൊഴിലാളികൾ കാട്ടാനകളുടെ മുന്നിൽപ്പെടുന്നത് പതിവാണ്. ചൊക്കനയിലേക്കുള്ള 11 kV അടക്കമുള്ള വൈദ്യുതി ലൈൻ അണ്ടർഗ്രൗണ്ട് കേബിൾ വഴി സ്ഥാപിക്കുകയാണെങ്കിൽ ചൊക്കന മേഖലയിലെ ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാനാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV കൊടകര. യുവ ജനതാദൾ S മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്ന കൊല്ലപ്പെട്ട അക്ഷയ് അനുസ്മരണ സമ്മേളനം ജനതാദൾ S ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. യുവജനതാദൾ S ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. യുവജനതാദൾ S സംസ്ഥാന കമ്മിറ്റി അംഗം PM ഉമേഷ്, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പള്ളി, രാഘവൻ മുളങ്ങാടൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി, ന്യൂനപക്ഷ സംസ്ഥാന പ്രസിഡന്റ് റഹീം പള്ളത്ത് തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് സ്ഥിരമായി പണവും മൊബൈൽ ഫോണും മോഷ്ടിക്കുന്ന യുവാവ് അറസ്റ്റിലായി. കോഴിക്കോട് ഫറോക്ക് സ്വദേശി മാണിയാളത്ത് വീട്ടിൽ സുമേഷിനെയാണ് ടെമ്പിൾ SI C ജിജോ ജോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി തെക്കേനടയിൽ പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്ന് പ്രതി 7000 രൂപ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഏപ്രിൽ 2-ാം തീയതി പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. എന്നാൽ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ പോലീസ് പ്രതിയെ വിട്ടയച്ചത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. സത്രം ഗേറ്റിന് സമീപം പാർക്ക് ചെയ്ത വാഹനത്തിൽ നിന്ന് മോഷണം നടത്താനുള്ള ശ്രമത്തിനിടയിലാണ് പ്രതി പോലീസ് പിടിയിലാകുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ബഹിരാകാശ രംഗത്തെ ഇന്ത്യൻ കുതിച്ചുചാട്ടങ്ങളെ ദൃശ്യവൽക്കരിച്ചുകൊണ്ടുള്ള ISRO പവലിയൻ തൃശൂർ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിൽ ഉദ്ഘാടനം ചെയ്തു. 2023 വൈവിധ്യമാർന്ന മിഷനുകളുടെ വർക്കിംഗ് മോഡലുകളും 60 വർഷത്തെ ISROയുടെ ചരിത്രവുമാണ് ഈ വർഷത്തെ പവലിയന്റെ പ്രമേയം. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ പവലിയൻ ഉദ്ഘാടനം നിർവഹിച്ചു. BSSV അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ അശോക്, PSLV പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ ജയകുമാർ, BSSC ഡെപ്യൂട്ടി ഡയറക്ടർ ബീന, പൂരം എക്സിബിഷൻ കമ്മിറ്റി പ്രസിഡന്റ് രാമകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഭാരതത്തിന്റെ അഭിമാനം ലോകമെമ്പാടും ഉയർത്തിയ ചന്ദ്രയാൻ 3 പേടകത്തിന്റെ മാതൃക ചന്ദ്രോപരിതലത്തിൽ നിന്നുള്ള കാഴ്ചയാണ് എക്സിബിഷന്റെ മുഖ്യ ആകർഷണം. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം നടത്തിപ്പിലെ പാളിച്ചയുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ, ACP സുദർശൻ എന്നിവരെ സ്ഥലം മാറ്റും. തൃശൂർ പൂരം സംബന്ധിച്ച പരാതികൾ ഗൌരവതരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. പ്രചരണ പരിപാടികൾ ശക്തമാക്കി മുന്നണികൾ. പരസ്യ പ്രചരണം ബുധനാഴ്ച അവസാനിക്കും. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ വ്യവസായി മരിച്ചു. വടക്കാഞ്ചേരി പാർലിക്കാട് സ്കൂട്ടർ മരത്തിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ചാലക്കുടി കൂടപ്പുഴ തടയണയിൽ കുളിക്കാനിറങ്ങിയ ഗൃഹനാഥൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. ക്ഷേത്ര സന്നിധിയിൽ ഞായറാഴ്ച നടന്നത് 226 വിവാഹങ്ങൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.